കേരളത്തിൽ ബി.ജെ.പി. ശക്തി ആർജിക്കുന്നുവെന്ന അവകാശവാദങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത പൊതുസമ്മേളന വേദിയിൽ തന്നെ പാർട്ടിയിലെ ഉത്കലഹം പുറത്തുവന്നു. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്ത് നടന്ന ബി.ജെ.പി. പൊതുസമ്മേളനത്തിൽ മുൻ ഡി.ജി.പിയും ബി.ജെ.പി. കൗൺസിലറുമായ ആർ ശ്രീലേഖയാണ് തുറന്ന അതൃപ്തി പ്രകടിപ്പിച്ചത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും പ്രധാനമന്ത്രി അവഗണിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. പുത്തരിക്കണ്ടത്തെ പരിപാടി അവസാനിച്ചു മടങ്ങുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾക്ക് കൈകൊടുത്തും സംസാരിച്ചുമാണ് പ്രധാനമന്ത്രി മോദി മടങ്ങിയത്. എന്നാൽ ആർ ശ്രീലേഖയോടും കെ സുരേന്ദ്രനോടും യാത്ര പറയാതെയാണ് മോദി വേദി വിട്ടത്. എം.ഡി. രമേശ്, പി.കെ. കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾക്ക് ഹസ്തദാനം നൽകിയ പ്രധാനമന്ത്രി കെ സുരേന്ദ്രനെ പൂർണ്ണമായും അവഗണിച്ച ദൃശ്യങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിൽ സഹപ്രവർത്തകരോടൊപ്പം നിൽക്കാതെ ആർ ശ്രീലേഖ വേദിയിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതും പിന്നീട് വേദി വിട്ടിറങ്ങി പോകുന്നതും വ്യക്തമായി കാണാം. പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ നേതാക്കൾ കൂട്ടം കൂടുമ്പോഴും ശ്രീലേഖ പരിസരത്തേക്ക് പോലും പോകാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ബി.ജെ.പി. വേദിയിൽ തന്നെ അരങ്ങേറിയ ഈ പ്രതിഷേധം പാർട്ടിക്കുള്ളിലെ അസംതൃപ്തി എത്രത്തോളം രൂക്ഷമാണെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷം ഒഴിവാക്കിയതിലെ അതൃപ്തി ശ്രീലേഖ നേരത്തെയും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മേയർ പദവി വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും ആദ്യം മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും അവർ നേരത്തെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുൻപ് ശ്രീലേഖ വേദി വിട്ടിറങ്ങിയതും വലിയ വിവാദമായിരുന്നു. ഒരു ഭാഗത്ത് അച്ചടക്കമുള്ള പാർട്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ബി.ജെ.പി. മറുഭാഗത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ പോലും നേതാക്കളെ നിയന്ത്രിക്കാനാവാതെ പരാജയപ്പെടുകയാണ്. അധികാരമോഹവും പദവി വീതവും ബി.ജെ.പിയെ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കുകയാണെന്ന വിമർശനമാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലും പ്രസംഗത്തിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വിഭജന രാഷ്ട്രീയവും വർഗീയ വിഷപ്രചാരണവും കേരളത്തിൽ വിലപ്പോവില്ലെന്ന് സതീശൻ വ്യക്തമാക്കി. വർഗീയ ശക്തികളെ ചെറുക്കാൻ UDF ഏതറ്റം വരെയും പോകുമെന്നും മോദിയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിന്റെ മതേതര മനസ്സിന് ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ പോലും പൊട്ടിത്തെറിച്ച ബി.ജെ.പി. ഉത്കലഹം പാർട്ടിയുടെ കേരളത്തിലെ യഥാർത്ഥ അവസ്ഥയാണ് തുറന്നു കാട്ടുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.